മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ സംഘർഷം 4 ലക്ഷം രൂപയുടെ നഷ്ടം 30ഓളം പേർക്കെതിരെ പോലീസ് കേസ്. VMTV വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം വേങ്ങരയിൽ ദിവസങ്ങളോളമായി നടന്നുവന്നിരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് സംഘർഷമുണ്ടായത്. വേങ്ങര സബാഹ് സ്ക്വയറിൽ നടന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഫെബ്രുവരി 27-നാണ് സംഘർഷം അരങ്ങേറിയത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ടൂർണമെന്റിനിടെ റഫറിയുടെ തീരുമാനത്തിൽ ഒരു ടീമിനുണ്ടായ എതിർപ്പിനോടനുബന്ധിച്ച് തർക്കങ്ങൾ രൂപപ്പെടുകയായിരുന്നു. കാണികളായ തിരിച്ചറിയാവുന്ന 10 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെയുമാണ് കേസ്. സംഘം ചേർന്ന് ബാരിക്കേഡ് തല്ലിപ്പൊളിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയും വളണ്ടിയർമാരായ സാദിഖ് ഷാ, നൌഷാദ് എന്നിവരെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും കസേര കൊണ്ട് എറിയുകയും ചെയ്തിരുന്നു. കൂടാതെ ടൂർണമെന്റിനായി സംഘടിപ്പിച്ചിരുന്ന ശബ്ദ സജ്ജീകരണങ്ങൾ, LED വാൾ, കസേരകൾ, ബാരിക്കേഡുകൾ, ഗാലറിയുടെ ചുറ്റുമുള്ള ഫ്ലക്സ് ബോർഡുകൾ എന്നിവയും നശിപ്പിക്കുകയും ചെയ്തു. കസേരകൾ, ഫുട്ബോൾ, കോർണർ ഫ്ലാഗുകൾ, ശബ്ദ ഉപകരണങ്ങൾ എന്നിവ എടുത്തുകൊണ്ടുപോകുകയും ചെയ്തുവെന്നാണ് പരാതി. 4 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. മത്സരം സംഘർഷാവസ്ഥയിൽ എത്തിയതോടെ നിർത്തിവെച്ചിരുന്നു. അന്നത്തെ മത്സരം നിയന്ത്രിച്ച റഫറിയെ താൽക്കാലികമായി മാറ്റി നിർത്താൻ കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. 2ാം സെമിഫൈനൽ ഇന്ന് രാത്രി 10 മണിക്ക് നടക്കും. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഗോൾഡ് സ്റ്റാർ പത്തുമുച്ചി സ്പോൺസർ ചെയ്യുന്ന ഇസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരിയും തമ്മിലാണ് പോരാട്ടം. ന്യൂസ് ഡെസ്ക് മലപ്പുറം. സമ്മാന പെരുമഴ സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.